പ്രാദേശികമായിട്ടുള്ള പൊതുവാർത്തകളാണ് റിയൽ ന്യൂസിലൂടെ പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് വളരെ ഭയപ്പെടുത്തുന്ന, കുറെ നാളുകളായിട്ട് നമ്മളെ അലട്ടുന്ന ഒരു ഗുരുതരമായൊരു പ്രശ്നമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, തെരുവുനായന്റെ ശല്യം. ചേർത്തലയിൽ 8 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. പ്രകോപിതരായി ഓടിക്കൂടിയ നാട്ടുകാർ ആ തെരുവുനായെ തല്ലിക്കൊണ്ടിരിക്കുക. നായയെ കൊന്നതിനോട് സ്വാഭാവികമായിട്ട് വ്യക്തിപരമായി വിയോജിപ്പുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ നാട്ടുകാരെ തെരുവുനായെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഗുരുതരാവസ്ഥയാണ്. അതീവ ഗുരുതരമായ ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ് തെരുവുനായകളുടെ ഈ പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരിച്ച സംഭവം ഉണ്ടായി. ഒരു പെൺകുട്ടിയല്ല, എത്രയോ കുട്ടികൾ, ചെറിയ പ്രായത്തിലുള്ള വീട്ടുമുറ്റത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും തെരുവുനായ ആക്രമിക്കുകയും അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. തെരുവുനായയെ കടിച്ചാൽ നമുക്ക് പ്രതിരോധത്തിന്റെ ഭാഗമായി തരുന്ന വാക്സിന്റെ അഭാവമുണ്ട്. സർക്കാർ ആശുപത്രിയിൽ വാക്സിൻ കിട്ടാത്തൊരവസ്ഥയുണ്ട്. ലഭ്യമാകുന്ന വാക്സിനുകളിൽ അതിന്റെ ഗുണനിലവാരമില്ലായ്മ ഒരു പ്രശ്നമാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് നിത്യേന എന്ന നമ്മുടെ പൊതുനിരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായം ചെന്നവർക്കൊക്കെ നടന്നു പോകാൻ പറ്റാത്ത വിധം അതീവ ഗുരുതരമായിട്ടാണ് തെരുവുനായയുടെ ശല്യം മാറിയിട്ടുള്ളത്. തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വ്യാപകമായ തെരുവുനായയുടെ ശല്യമുണ്ട്. ഇരുചക്ര വാഹനങ്ങളെ വലിയ അപകടത്തിലേക്ക് നയിക്കുന്നുണ്ട്. അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തങ്ങളാൽ കഴിയുന്ന വിധം തെരുവുനായയെ നിർമ്മാർജ്ജന ചെയ്യുന്ന പ്രക്രിയയിലേക്ക് മാറാൻ തയ്യാറാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ, തെരുവുനായയുടെ ശല്യം കടിയേൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നാട്ടുകാരുടെ ഭയവും അത് മറ്റൊരു തരത്തില് തെരുവുനായ നാട്ടുകാർ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയേക്കാം.